Hello everyone. നമ്മൾ ഇന്ന് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയാവുന്ന പോലത്തെ ഒരു വണ്ടിയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ദിസ് ദ A45S AMG. പണ്ട് എലക്ട്രിക് ടെസ്റ്റിൽ തലകുത്തി മറിഞ്ഞ് നാണക്കേട് ഉണ്ടാക്കിയ പഴയ ക്ലാസ് അല്ല. 18 അടവുകളും പഠിച്ച് ഇന്നിപ്പോൾ ഏത് റേസ് ട്രാക്കിലും വേണമെങ്കിൽ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹാച്ച് ആയിട്ടാണ് ഇന്നിപ്പോൾ ക്ലാസ് തിരിച്ചു വന്നേക്കുന്നത്. നമ്മൾ ഹോട്ട് ഹാച്ച് എന്നുള്ള ടേം കേട്ടിട്ടുണ്ട്. അതായത് ഒരു ചെറിയൊരു ഹാച്ച് ബാക്ക് എടുത്തിട്ട് അതിനൊരു പവർഫുൾ ആയിട്ടുള്ള വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ കൊടുക്കുമ്പോൾ യു ഗെറ്റ് എ ഹോട്ട് ഹാച്ച്. ദിസ് ഈസ് എ സൂപ്പർ ഹാച്ച്. കാരണം ഇതിൽ നമ്മൾ കൊടുത്തേക്കുന്ന എഞ്ചിനും ബാക്കി എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഓക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇറ്റ് സെൽഫ് ഈസ് ഹൈ. കാരണം ഒരു മെർസിഡീസ് എ ക്ലാസ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ അതിന് ബിഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് AMG കൊടുത്തേക്കുന്നത്. ദിസ് ഇസ് എ 2 ലിറ്റർ ഇൻലൈൻ 4 ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ സീരീസ് പ്രൊഡക്ഷൻ എഞ്ചിൻസ് ഇൻ ദ വേൾഡ്. 420 BSP ഉണ്ട്. ആൻഡ് ഇൻ ടേംസ് ഓഫ് പവർ ടു വെയിറ്റ് റേഷ്യോ വി ആർ ടോക്കിംഗ് Porsche 911 Carrera's ലെവൽസ് ഓഫ് പെർഫോമൻസ്. അതാണ് ഇന്നിപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് വൈ ദിസ് കാർ ഈസ് എ ഫ്യൂച്ചർ കളക്റ്റിബിൾ. അതിനു മുമ്പ് ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം ദിസ് എഞ്ചിൻ. അപ്പോൾ AMG എന്താണെന്ന് നമ്മുടെ വ്യൂവേഴ്സിന് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്തേണ്ട കാര്യമില്ല. ഇറ്റ്സ് ദ പെർഫോമൻസ് ഡിവിഷൻ ഓഫ് മെർസിഡീസ് ബെൻസ്. ഏർലി 2000s 2010s നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും മെർസിഡീസ് വെർ നോട്ട് മേക്കിംഗ് ഗ്രേറ്റ് AMGs. ആ ഒരു സമയത്ത് ഭയങ്കര ബ്രൂട്ട് പവറുള്ള എഞ്ചിൻ കൊടുക്കുമായിരുന്നു. പക്ഷേ ദേ ഡിഡ്ന്റ് ഹാവ് ദ ഡൈനാമിക്സ് ടു മാച്ച്. ആ ഒരു സമയത്ത് ഇതെല്ലാം ഒരു മസിൽ കാർ പോലെ ഫീൽ ചെയ്യുമായിരുന്നു. ബട്ട് ഈ ഒരു സ്മോൾ ഫ്രെയിം മെർസിഡീസുകളുടെ AMG ഉണ്ടാക്കാൻ തുടങ്ങിയതോടുകൂടി കാര്യങ്ങളൊക്കെ മാറി. അതുവരെ മെർസിഡീസ് പോർഷയും BMW M ഡിവിഷനും ഒക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്തുനിന്ന് ദേ സ്റ്റാർട്ടഡ് എയിമിങ് ഫോർ റെനോ സ്പോർട്ട്, അതുപോലെ ഫോക്കസ് RS, ഗോൾഫ് GTI, ഗോൾഫ് R, അങ്ങനത്തെയൊക്കെ ഫാസ്റ്റർ വേർഷൻസിനെ അവർ എയിം ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദെൻ ആ ഒരു ഹാൻഡ്ലിംഗ് എന്നുള്ളൊരു എലമെൻറ്റിന് ഇമ്പോർട്ടൻസ് വരാൻ തുടങ്ങി. സോ ഓഡി ഓൾസോ വാസ് ഡൂയിങ് ദ സെയിം തിങ്. അവരുടെ RS3 വെച്ചിട്ട് അവരൊരു ഹോട്ട് ഹാച്ച് ഉണ്ടാക്കിയിരുന്നു. ആൻഡ് ദീസ് വർ ലൈക്ക് ദ ടോപ്പ് ടിയർ. കാരണം ബാക്കിയുള്ളതൊക്കെ കുറേ കൂടി റിലേറ്റീവ്ലി അഫോർഡബിൾ ആയിരുന്നു. ഹോണ്ട സിവിക് ടൈപ്പ് R അല്ലെങ്കിൽ കൊറോള GR ഒക്കെ പോലെ ഒരു ലോവർ സെഗ്മെൻറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നോടത്തുനിന്ന് ദീസ് വേർ ലൈക്ക് അതിൻ്റെ ഒരു പ്രീമിയം ഓഫറിംഗ് പോലെ മുകളിലായിട്ട് ആയിരുന്നു ഇത് പ്ലേസ് ചെയ്തിരുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ വേൾഡ് ഓഫ് ഹോട്ട് ഹാച്ചസ് എടുത്ത് നോക്കുകയാണെങ്കിലും എവറിത്തിങ് ഈസ് സിറ്റിംഗ് ദാറ്റ് 300 BSP മാർക്ക്. ഇപ്പോൾ നമ്മൾ ഗോൾഫ് ആണെങ്കിലും സിവിക് ടൈപ്പ് R ആണെങ്കിലും GR കൊറോള ആണെങ്കിലും ഇറ്റ്സ് ഓൾ അറൗണ്ട് ദാറ്റ് 300 BSP മാർക്ക്. ദിസ് സിറ്റ്സ് എബവ് ദാറ്റ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് മോസ്റ്റ് പവർഫുൾ 4 സിലിണ്ടർ ഇൻ ദ വേൾഡ് എന്നൊക്കെ. അതെങ്ങനെ വർക്ക് ചെയ്യണം നമുക്ക് നോക്കാം. ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. And it's not just straight line performance either. And ഈ കാണുന്ന ട്വിസ്റ്റി ബാക്ക് റോഡ്സിലാണ് this is where an A45S like this comes alive. നമ്മളൊരു കോർണർ എടുക്കുന്ന സമയത്ത് it juggles the power between front and rear. ബാക്കിലോട്ട് it sends up to 50% power. അതിൽ തന്നെ when needed it can send 100% to one wheel. അത് ഔട്ടർ വീലിലേക്ക് 100% പവർ സെൻഡ് ചെയ്യും. And that itself gives you a rotation. നമ്മളൊരു റേ വീൽ ഡ്രൈവ് കാറിൽ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയിൽ നമുക്ക് കിട്ടുന്ന പോലത്തെ റൊട്ടേഷൻ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ആൻഡ് ദീസ് റോഡ്സ് ആർ മെന്റ് ഫോർ ദിസ് കാർ. നമ്മളിതിനെ ഒരു ഹാച്ച് ബാക്കിന് കുറേ പവർ കൊടുത്തതായിട്ടല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ദിസ് ഇസ് ലൈക്ക് എ സ്പോർട്സ് കാർ ട്രാപ്ഡ് ഇൻ എ ഹാച്ച് ബാക്ക് ബോഡി. ആൻഡ് നമുക്ക് ഇന്ത്യയിൽ ഇട്ടേക്കുന്ന കാറുകളിൽ ദിസ് ഹാസ് ടു ബി അപ്പ് ദെയർ വിത്ത് ദ ബെസ്റ്റ്. കാരണം ഇത്രയും ഒരു പെർഫോമൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വേറെ ആരും ഓഫർ ചെയ്യുന്നില്ല. ഓക്കെ, ഇറ്റ്സ് വൺ ഓഫ് ദോസ് കാർസ് വിച്ച് മേക്ക് സെൻസ് ആൻഡ് വിച്ച് ഡസൻറ്റ് മേക്ക് സെൻസ് അറ്റ് ദ സെയിം ടൈം. നമ്മളൊരു 1.25 കോടി രൂപ ഒരു ഹാച്ച് ബാക്കുമ്പോൾ സ്പെൻഡ് ചെയ്യുക, അതൊരു മെർസിഡീസ് എ ക്ലാസ്സുമ്പോൾ സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒട്ടും സെൻസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ നമ്മളൊരു സ്പോർട്സ് കാർ വാങ്ങാതെ ആ ഒരു എമൗണ്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ഒരു വണ്ടിയുമ്പോൾ സ്പെൻഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് എ പ്രാക്ടിക്കൽ കാർ. അതിന് 4 സീറ്റ്സ് ഉണ്ട്, 4 ഡോർസ് ഉണ്ട്, ഒരു വലിയൊരു ബൂട്ട് ഉണ്ട്, നമുക്കൊരു ഹാച്ച് ബാക്ക് പോലെ നമുക്ക് ഡെയിലി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു പെർഫോമൻസ് വെച്ചിട്ട് യു ക്യാൻ ഹാങ് ഔട്ട് വിത്ത് മോസ്റ്റ് സൂപ്പർ കാർസ്. ആ ഒരു വണ്ടിക്ക് ഒരു 1.25 കോടി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലല്ല എന്ന് നമുക്ക് തോന്നും. സോ ഇറ്റ്സ് ഓൾ ഇൻ യുവർ മൈൻഡ് സെറ്റ്. നമ്മൾ ഈ ഒരു വണ്ടി വാങ്ങുമ്പോൾ യു ആർ ഷോയിങ് ടു ദ വേൾഡ് ദാറ്റ് ഓക്കെ നമുക്കൊരു സ്പോർട്സ് കാർ ഓടിച്ചേർന്നിട്ട് ഷോ ഓഫ് കാണിക്കേണ്ട കാര്യമില്ല. ഇത് അണ്ടർസ്റ്റേറ്റഡ് ആണ്. ദിസ് ഈസ് ലൈക്ക് ദ ബെസ്റ്റ് സ്ലീപ്പർ ഓഫ് ഓൾ ടൈം. നമുക്ക് ഈ ഒരു വണ്ടിക്ക് ഇത്രയും പെർഫോമൻസ് ഉണ്ടെന്നുള്ള ആരും എക്സ്പെക്ട് ചെയ്യില്ല. ഡെയിലി ഓടിച്ചെടുക്കുമ്പോൾ ഒരു മെർസിഡീസിൻ്റെ ഒരു ഏതോ ഒരു കുഞ്ഞു കാർ ഓടിച്ചെടുക്കുന്നു എന്നുള്ള പോലെ ഉള്ളൂ. ആൻഡ് when you have enough cars and enough wealth, you need one of these in the garage. Okay, you have your Mini Coopers and Polo GTIs. പക്ഷേ അതിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത where do you go? You end up here. ഇതാണ് നമുക്ക് വേണ്ട വണ്ടി. ആൻഡ് ഫോർ ഡെയിലി ഡ്രൈവിംഗ് ദർ ഈസ് നത്തിങ് ലൈക്ക് ഇറ്റ്. ദർ ആർ സം ഡ്രോബാക്സ്. ഇതിൻ്റെ റൈഡ് ഇത്തിരി സ്റ്റിഫാണ് ആൻഡ് ദി സീറ്റ്സ് ആർ നോട്ട് ദ മോസ്റ്റ് കംഫർട്ടബിൾ അറൗണ്ട്. പക്ഷേ ഫോർ ദ വേ ഇറ്റ് ഡ്രൈവ്സ്, ഫോർ വാട്ട് ഇറ്റ് ക്യാൻ ഡു, ഇതുപോലൊരു വണ്ടിയില്ല. ഐ ആം ഗ്ലാഡ് നമുക്ക് ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടി എന്നുള്ളത്. ഇപ്പോൾ ആളുകളത് റിയലൈസ് ചെയ്യുന്നില്ല, ആൾക്കാർ ആവശ്യത്തിന് ഇത് വാങ്ങുന്നില്ല. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ദിസ് വിൽ ബി ലൈക്ക് എ കളക്റ്റിബിൾ. കുറേ കാലം കഴിയുമ്പോൾ സീരിയസ് ആയിട്ടുള്ള കാർ കളക്ടേഴ്സ് എല്ലാം ഈ ഒരു വണ്ടി അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും ഇഫ് ദേ ഡിഡ്ന്റ് ബൈ ഇറ്റ് ബ്രാൻഡ് ന്യൂ. ആൻഡ് ഐ തിങ്ക് ഇപ്പോൾ
ഒരാൾ ഈ ഒരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഹി ഹാസ് എനി റീസൺ ടു സെൽ ദിസ്. കാരണം ഫ്രം ഹിയർ നമുക്ക് ഇനി കിട്ടാൻ പോകുന്ന കാറുകളെല്ലാം EVs ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ഇലക്ട്രോണിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന കാറുകളായിരിക്കും. ഈവൻ ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ദിസ് കാർ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി ആസ് ഗുഡ് ആസ് ദിസ്. ആൻഡ് ഇപ്പോൾ നമ്മളൊരു മെഴ്സിഡീസ് റേഞ്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ന്യൂ C63 കുറച്ച് ദിവസം കഴിഞ്ഞാൽ ലോഞ്ച് ആവുന്ന വണ്ടിയാണ്. ഓർ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന വൈകി കഴിഞ്ഞാൽ ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ടാവും. അതിന് ദേ ഹാവ് ഗോൺ ടു എ 4 സിലിണ്ടർ വിത്ത് ദ ഹൈബ്രിഡ് ആൻഡ് എവറിത്തിങ്. പഴയ V8 ഈസ് ഗോൺ. ഈ ഒരു സൈസിലുള്ളൊരു വണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എനിത്തിങ് എൽസ് in that price range that comes close. നമുക്ക് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ യു ഗെറ്റ് യുവർ സ്പോർട്സ് കാർസ്, ആ എൻട്രി ലെവൽ 2 ലിറ്റർ എഞ്ചിനുള്ള വണ്ടികൾ നമുക്ക് കിട്ടും. യു ഹാവ് യുവർ Z4, യു ഹാവ് യുവർ ബേസിക് Caymans ആൻഡ് ബോക്സേഴ്സ് 2 ലിറ്റർ 718 വേർഷൻസ്, ഓർ യു ഹാഡ് യുവർ Jaguar 2 ലിറ്റർ F-Type. പക്ഷെ അതൊന്നും ഈ ഒരു പെർഫോമൻസ് നമുക്ക് ഓഫർ ചെയ്യുന്നില്ല. ഈ ഒരു 420 bhp ആൻഡ് 500 Nm ഈ ഒരു സ്മോൾ കാറിൽ കിട്ടുന്നു. ആൻഡ് ഇത്രയും മെക്കാനിക്കലായിട്ട് ഇത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ദാറ്റ് ഈസ് വൈ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സോ നമുക്ക് ഇതിൻ്റെ സ്റ്റൈലിങ്ങിനെ കുറിച്ച് പറയാം. റെഗുലർ ആളുകൾക്ക് ഇത് സാധാരണ ഒരു A ക്ലാസ് എന്തോ മോഡിഫൈ ചെയ്ത പോലത്തെ ഒരു ലുക്കാണ്. പക്ഷേ ഇറ്റ് ഹാസ് ഇനഫ് ഡീറ്റെയിൽസ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദ ഫെൻഡേഴ്സ് ആർ വൈഡ്. അതുപോലെ ഹോൾ കാറിനും കുറച്ചും കൂടി ഒരു പ്ലാന്റഡ് സ്റ്റാൻസ് ഉണ്ട്, കുറേ കൂടി ലോവേർഡാണ്. ബമ്പേഴ്സൊക്കെ കുറേ കൂടി അഗ്രസീവ് ആണ് സാധാരണ A ക്ലാസ്സിന് വെച്ച് നോക്കുമ്പോൾ. സാധാരണ A ക്ലാസ് എന്ന് പറയുമ്പോഴും നമുക്ക് ഈ ഒരു ജനറേഷനിൽ നമുക്ക് സാധാരണ A ക്ലാസ് കിട്ടുന്നില്ല. മുന്നേയൊക്കെ നമുക്ക് A ക്ലാസ് ഉണ്ടായിരുന്നു. നൗ ഓൺലി AMG വേർഷൻ ഈസ് ദെയർ. അതുപോലെ തന്നെ നമുക്ക് ലോവർ ട്രിമ്മുകളിലൊക്കെ നമുക്ക് A ക്ലാസ് ലിമോ ഉണ്ട്. ഓൾസോ 35 എന്ന് പറയുന്ന എഞ്ചിൻ ആ ഒരു വേർഷനിലാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നത്. സോ വെൻ യു സീ ദിസ് ജനറേഷൻ ഓഫ് A ക്ലാസ് നമുക്ക് അറിയാം അത് A45 ആണെന്നുള്ളത്. അത്ര കോമൺ സൈറ്റ് അല്ല, വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള എന്തൂസിയാസ്റ്റുകൾ മാത്രമേ ഈ വണ്ടി ഇതുവരെ മേടിച്ചിട്ടുള്ളൂ. ഓക്കെ, സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ യു സീ ദാറ്റ് 2 ബോക്സ് ഷേപ്പ്. പണ്ടത്തെ ഒറിജിനൽ A ക്ലാസും അതിൻ്റെ സെക്കൻഡ് ജനറേഷനും ഒക്കെ കുറച്ചും കൂടി ഒരു മോണോവോളിയം പോലത്തെ ഒരു ടോൾ ഹാച്ച് ബാക്ക് ആയിരുന്നു. തേർഡ് ജനറേഷൻ ഓൺവേർഡ്സ് ദേ സ്റ്റാർട്ടഡ് ഗോയിങ് വിത്ത് ദിസ് ഷേപ്പ്. കുറേ കൂടി ബാലൻസ്ഡ് ആണ്, കുറേ കൂടി വെൽ പ്രപ്പോർഷൻഡ് ആണ്, കുറച്ചും കൂടി കൺവെൻഷനലാണ്. ആൻഡ് ഇറ്റ് ലുക്സ് ദ പാർട്ട്. നമുക്ക് ആ വലിയ വീലുകൾ 19-inch വീൽസ്, അതുപോലെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വളരെ വലിപ്പമുള്ള ബ്രേക്ക് ഡിസ്ക്സ് കാണാൻ പറ്റും. അതിന് AMG 6 piston കാലിപ്പേഴ്സ് ഉണ്ട്, നമുക്കത് കാണാൻ പറ്റും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ഇറ്റ്സ് വെരി ക്ലീൻ. ഒരു ചെറിയൊരു ഡിഫ്യൂസർ ഉണ്ട് താഴെ, കുറച്ച് അഗ്രസീവായിട്ടുള്ളത്. ബമ്പറിൻ്റെ ഒക്കെ ഷേപ്പൊക്കെ വ്യത്യാസമുണ്ട്. അത് ഈ ഒരു ബ്ലാക്ക് കളറിൽ അത്ര നോട്ടീസബിൾ അല്ല. ഡിഫറെൻറ്റ് ബോഡി കളറുള്ള വണ്ടികളിൽ നമുക്ക് ശരിക്കും എടുത്ത് കാണിക്കുന്ന പോലത്തെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. നമുക്ക് സ്റ്റൈലിങ്ങിൽ ഭയങ്കരമായ വ്യത്യാസമൊന്നുമില്ല. ആൾക്കാർ നോക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു സ്പെഷ്യലായിട്ട് തോന്നുന്നുണ്ട്. മേ ബി ആ പാനമേരിക്കാന ഗ്രില്ലും ആ ഒരു ഫാറ്റ് സ്റ്റാൻസും ആ ഒരു ലോവേർഡ് ലുക്കും എല്ലാം കൂടി ആയിരിക്കാം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ആൻഡ് ദെൻ അതിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കാനും പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. And what an engine. So let's talk about the engine. This is the M139, Mercedes-ന്റെ M133 എന്ന് പറയുന്ന എഞ്ചിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണ്. ഇത് നമ്മുടെ എക്സിസ്റ്റിംഗ് 2 ലിറ്റർ ടർബോ ചാർജർ എഞ്ചിൻസ് നമ്മൾ C ക്ലാസ്സിലൊക്കെ കാണുന്ന ആ ബോൺ സ്റ്റോക്ക് എഞ്ചിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. ബട്ട് ദർ ആർ സം ബിഗ് ചേഞ്ചസ് ടു ഇറ്റ്. നമുക്ക് കാണാൻ പറ്റും എഞ്ചിൻ ദേ റൊട്ടേറ്റഡ് ഇറ്റ് 180 ഡിഗ്രി. സോ ഇൻടേക്ക് ഈസ് മച്ച് ഷോർട്ടർ. അതുപോലെ എക്സോസ്റ്റ് സൈഡ് ഈ ഒരു എഞ്ചിൻ്റെ ഫയർ വാളിൻ്റെ അടുത്തേക്കാണ്. സോ യു ക്യാൻ സീ ദ മാസീവ് ടർബോ ദെയർ. ആ ടർബോ കൂൾ ചെയ്യുന്നത് പല പ്രത്യേക രീതിയിലാണ്. നോർമൽ ഇതിന് വാട്ടറും ഓയിലും ഒക്കെ ഉപയോഗിച്ച് കൂൾ ചെയ്യുന്നതിന് പുറമെ ദർ ഈസ് എയർ ഓൾസോ. എയറിൻ്റെ ഒരു ഡക്റ്റ് അതിന് മുകളിലോട്ട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി അതും പോരാന്നുണ്ടെങ്കിൽ എയർ കണ്ടീഷൻ്റെ കോൾഡ് എയർ കുറച്ച് അതുമേലേക്ക് ബ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട്. ഇറ്റ്സ് എ ടെക്നിക്കൽ മാസ്റ്റർ പീസ് ദാറ്റ് ടർബോ. 1,69,000 RPM വരെയൊക്കെ സ്പിൻ ചെയ്യും. ആൻഡ് ബൂസ്റ്റും വളരെ കൂടുതലാണ്. 30.5 PSI ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് അറൌണ്ട് 2.1 bar. സോ എല്ലാം കൂടി ഈ എഞ്ചിൻ ഒരു 420 bhp അടുത്ത് 421 PS ആണ് അവർ അഡ്വൈസ് ചെയ്യുന്നത്. 416 bhp ഉണ്ടാക്കുന്നുണ്ട്, 500 Nm ടോർക്ക് ഉണ്ടാക്കുന്നുണ്ട്. സോ ഇതിൻ്റെ സ്പെസിഫിക് ഔട്ട്പുട്ട് യുവർ bhp per liter അത് ഇതുവരെ നമ്മൾ ബാക്കി എഞ്ചിനുകളിലൊന്നും കേട്ട് കേൾവി പോലും ഇല്ലാത്ത അത്രയും വലിയൊരു ഫിഗറാണ്. സോ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഇഫ് യുവർ എഞ്ചിൻ മേക്സ് 200 bhp ഫ്രം എ 2 ലിറ്റർ, നിങ്ങൾക്ക് 100 bhp per liter ആണ് നിങ്ങളുടെ സ്പെസിഫിക് ഔട്ട്പുട്ട്. സോ ദിസ് എഞ്ചിൻ മേക്സ് 416, അപ്പോൾ അതായത് 208 bhp per liter ഉണ്ട് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട്. നമുക്കൊരു ഫെറാറി F8 ട്രിബ്യൂട്ടോൻ്റെ എഞ്ചിൻ it makes 711 horsepower but from a 3.9 liter engine. So that has a specific output of 182 bhp per liter. നമ്മളൊരു Ford GT നോക്കുകയാണെങ്കിൽ that has a 3.5 liter EcoBoost engine. അതിന് that produces 665 bhp. So that is 187 bhp per liter. ഒരു McLaren Senna നോക്കുകയാണെങ്കിൽ that is around 192 bhp per liter. And take any car, നിങ്ങളൊരു Bugatti Chiron എടുത്ത് നോക്കുക, 1500 bhp from a 8 liter W16. That only manages 187 bhp per liter. അതിൻ്റെ തന്നെ സൂപ്പർ സ്പോർട്ട് എടുക്കുകയാണെങ്കിൽ that has 197 bhp per liter. This is 208 bhp per liter. അപ്പോൾ നമുക്കറിയാം ആ ഒരു എഞ്ചിനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാവുന്ന മാക്സിമം ഹോഴ്സ് പവർ വരെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇറ്റ് ഫീൽസ് റെസ്പോൺസീവ് ഫ്രം ലോ റൈവ്സ്. പക്ഷേ എന്നാലും അതിൻ്റെ ട്യൂണിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു മീഡിയം ടോർക്ക് കർവാണ്. നമ്മൾ ആ പല ടർബോ എഞ്ചിനിലും നമ്മൾ കണ്ടിട്ടുണ്ട് 2000 RPM ഫുൾ പവർ തന്നിട്ട് പിന്നെ ഇറ്റ് ഹാസ് എ ഫ്ലാറ്റ് ടോർക്ക് കർവ്. ദിസ് ഹാസ് സംതിങ് എൽസ്. ഇതിനൊരു ടോർക്ക് ബിൽഡപ്പ് ഉണ്ട്. ആൻഡ് പീക്ക് ടോർക്ക് ഈസ് ഡെലിവേർഡ് അറൌണ്ട് 5000 to 5250 RPM. അപ്പോൾ അതുകൊണ്ട് അത്
you enjoy revving that engine. നമുക്കൊരു ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ യു പ്ലേ വിത്ത് ദീസ് പാഡിൽസ് ആൻഡ് ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇറ്റ്സ് വെരി റിവാർഡിങ്. നമ്മളിപ്പോൾ ഇങ്ങനെ 2 ഗിയറൊക്കെ ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ഇൻ ഫോർ ആൻ ഓവർടേക്ക് ആൻഡ് റെവ് ചെയ്യണതിലും ഒരു ഫൺ എലമെൻ്റ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എവറിത്തിങ് ഈസ് ഓവർ ബൈ ഒരു 3000-4000 RPM എല്ലാം തീരുന്ന പോലെ എന്നിട്ട് അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് അല്ല. ഇത് റെവ് ചെയ്ത് നമുക്ക് മുകളിലോട്ട് ഹോൾഡ് ചെയ്യാനുള്ളൊരു റീസൺ ഉണ്ട് അവിടെ. സോ മെഴ്സിഡീസിൻ്റെ 1 man 1 engine എന്നുള്ള ഫിലോസഫി ഈ ഒരു എഞ്ചിനിൽ കൊണ്ടുവന്നുണ്ട്. സാധാരണ നമ്മൾ വലിയ എഞ്ചിനിലുള്ള കണ്ടിട്ടുള്ളത്. ദാറ്റ് ഓൾസോ ഫിൽറ്റേഴ്സ് ഡൗൺ ടു ദ സ്മോളർ എഞ്ചിൻസ്. ഇപ്പോൾ 2 liter എഞ്ചിനിൽ നമ്മളിത് കണ്ടിട്ടില്ലതിന് മുമ്പ്. അപ്പോൾ ഒരാൾ ആ എഞ്ചിൻ ഉണ്ടാക്കിയ ആളുടെ ഒപ്പ് ഈ എഞ്ചിന്മേൽ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു എഞ്ചിൻ ഉണ്ടാക്കിയത് AD പാസ്കാലെ എന്ന് പറയുന്ന എഞ്ചിനീയറാണ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വിട്ട കാലത്ത് മര്യാദയ്ക്ക് പഠിക്കാൻ പോയിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ ഒപ്പം ഏതെങ്കിലും എഞ്ചിന്മേൽ കിടന്നേനെ ഇതുപോലെ. ആൻഡ് ആ ഒരു എഞ്ചിൻ ഒരു ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കായിട്ട് മേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് സെൻഡിങ് പവർ ടു ഓൾ 4 wheels. അതൊരു കോംപ്ലക്സ് സിസ്റ്റമാണ്. ഫോമാറ്റിക് പ്ലസ് എന്ന് പറയുന്ന ഇവരുടെ കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോഡ് യൂസിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ്. നമുക്കിതിൽ മൾട്ടിപ്പിൾ ഡ്രൈവ് മോഡ്സ് ഉണ്ട്. സോ സ്പോർട്ട് പ്ലസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എഞ്ചിൻ കുറേ കൂടിയും ബോയിൽ എപ്പോഴും നിർത്തും. ആൻഡ് വെൻ യു ഫ്ലോർ ഇറ്റ് ഇത് അപ്പ് ഷിഫ്റ്റ് ചെയ്യണ അത്രയും തന്നെ രസമാണ്. നമുക്കിത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും പാഡൽസ് ആർ റിയലി വെൽ വെയ്റ്റഡ്. ഈ ഒരു സ്റ്റിയറിംഗ് ഇറ്റ്സ് ദ റൈറ്റ് സൈസ്. ഇറ്റ്സ് പാർട്ട് ലെതർ പാർട്ട് അൽക്കൻഡാര. അതിൽ നമ്മൾ പിടിക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് അൽക്കൻഡാര പോലത്തെ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ദ സെയിം സ്റ്റിയറിംഗ് യു ഗെറ്റ് ഇൻ ദ ന്യൂ E63 AMG. താഴെ നമുക്ക് ഇവിടെ 2 കൺട്രോളേഴ്സ് കാണാൻ പറ്റും. വൺ ഓഫ് ദ മീൻസ് റോട്ടറി. അതിൽ നമുക്ക് ഡ്രൈവ് മോഡ്സ് സെലക്ട് ചെയ്യാം. ഈ ഒരു സൈഡിൽ നമുക്ക് വേണ്ട ഫംഗ്ഷൻസ് നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഇപ്പോൾ ഇത് എക്സോസ്റ്റും അതുപോലെ ട്രാക്ഷൻ കൺട്രോളാണ് കൊടുത്തേക്കുന്നത്. സോ നമുക്ക് പെട്ടെന്നൊന്ന് എക്സോസ്റ്റ് വേണമെങ്കിൽ ലൗഡ് ആക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു സ്ലൈഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ്. ഇതിനൊരു ഡ്രിഫ്റ്റ് മോഡും ഉണ്ട്. നമ്മുടെ E63 ഉള്ള പോലെ ഫ്രണ്ടിലേക്കുള്ള പവർ മുഴുവനായിട്ട് കട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു ഡ്രിഫ്റ്റ് മോഡല്ല. ഇറ്റ് സെൻസ് മോർ പവർ ടു ദ ബാക്ക്. സോ ഇറ്റ് ഫീൽസ് എ ലിറ്റിൽ ബിറ്റ് മോർ റിയർ വീൽ ഡ്രിവൺ. അങ്ങനത്തെ ഒരു ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള പോലത്തെ ഒരു ഡ്രിഫ്റ്റാണ്. വളരെ മാനേജബിൾ ആണ്. വളരെ പ്രെഡിക്റ്റബിൾ ആയ രീതിയിലാണ് പോവുക. യു മേക്ക് ഷുവർ ദർ ഈസ് ഇനഫ് റോഡ് ആൻഡ് ഡോണ്ട് ഡു ഇറ്റ് ഓൺ ദ റോഡ്. വേറെ എവിടെയെങ്കിലും ഒരു ട്രാക്കിലൊക്കെ പോകുന്ന സമയത്ത് മേക്ക് ഷുവർ ദർ ഈസ് ഇനഫ് സ്പേസ് ആൻഡ് യു ക്യാൻ ഡു ഇറ്റ് ഓൾ ഡേ ലോങ്. ഇത് 4 wheelsഉം സ്പിൻ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിളൊക്കെ പുള്ള് ചെയ്ത് അവിടെയാണ് നമുക്ക് ആ ഒരു ഇവോ പോലത്തെ ഒരു ബിഹേവിയർ നമുക്ക് മനസ്സിലാവുക. ലൈക്ക് ദ കാർ ഹാസ് ഒരു ബാക്കിലോട്ട് ഒരു സൈഡിലേക്ക് ഒരു മൊമെൻറ്റം പിടിച്ചു പോയിട്ട് ദെൻ യു ക്യാൻ കൺട്രോൾ ദാറ്റ്. നമുക്കത് സ്റ്റിയറിംഗ് ആംഗിൾ വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും, പവർ വെച്ചും കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഗിവ്സ് യു ദാറ്റ് ഫ്ലെക്സിബിലിറ്റി വെൻ യു ആർ ഡ്രൈവിംഗ് ഇൻ. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദേ ഗെറ്റ് ഇനഫ് ക്രെഡിറ്റ് ഫോർ ദിസ്. ഇപ്പോൾ BMW സ്റ്റിയറിങ്ങുകൾ നമ്മളെപ്പോഴും പ്രൈസ് ചെയ്യാറുണ്ട്. Now I think Mercedes AMG steerings are up there with them. ഇപ്പോൾ the level of feedback you get, the precision, നമ്മളിതിൻ്റെ accuracy, like how the car turns with a slight input, ഇതിൻ്റെ feel, feedback ഒക്കെ it's up there with the best of M cars. ആ ലെവലിലോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. And as a package, as a driving tool, this is really nice. Now I know why Mammootty bought this. ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഈ ഒരു സൗണ്ടിനെ പറ്റിയും പറയണം. മോസ്റ്റ് ഓഫ് ദിസ് ഇസ് ആർട്ടിഫിഷ്യൽ. ഇതെല്ലാം സ്പീക്കേഴ്സ് ഇവിടെ കേട്ടോണ്ടിരിക്കുന്നതാണ്. പുറത്ത് അത്ര ലൗഡൊന്നല്ല വണ്ടി. പക്ഷേ ഇറ്റ്സ് ഗുഡ് ഇനഫ്. കാരണം ഇപ്പോഴത്തെ ഇലക്ട്രിക് കാറിൽ ഫേക്ക് സൗണ്ട് പ്ലേ ചെയ്യുന്ന കാലത്ത് ദിസ് ഫീൽസ് ലൈക്ക് ഒരു ഓഗ്മെൻറ്റഡ് സൗണ്ട് ട്രാക്കാണ്. ലൈക്ക് ആ എക്സിസ്റ്റിംഗ് സൗണ്ടിൻ്റെ റെഗുലേഷൻസ് ഒക്കെ കാരണം നമുക്കിപ്പോൾ അത്ര ലൗഡായിട്ടുള്ള വണ്ടികൾ പറ്റില്ല. പക്ഷേ മെഴ്സിഡീസ് ഹാവ് ഡൺ ദെയർ ബെസ്റ്റ്. നമുക്കത് ഉള്ളിൽ ഓടിക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ അവർ ആ ഒരു സൗണ്ടിനെ ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഡോണ്ട് മൈൻഡ് ദാറ്റ്. നമുക്കൊരു നല്ലൊരു ഓറൽ ട്രാക്ക് അവിടെ ഉണ്ട്. ആൻഡ് ഇറ്റ് മാച്ചസ് ദ RPMs പെർഫെക്റ്റ്ലി. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു അൺനാച്ചുറൽ രീതിയിലൊന്നും നമുക്ക് തോന്നില്ല. ഇത് മര്യാദയ്ക്കൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ അടുത്തൊക്കെ ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡെയിലിയൊക്കെ ഓടിച്ചെടുക്കാൻ പറ്റും. ആൻഡ് തിങ്ക് ഓഫ് ഇറ്റ്, നമ്മളൊരു മോഡിഫൈഡ് പോളോ GTI പോട്ടെ, GT TSI പോലും ചിലപ്പോൾ ഇത്രയും ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് തരാറില്ല. ദിസ് ഈസ് ഓക്കെ ഇൻ ദാറ്റ് റിഗാർഡ്. ആ ഒരു 2 liter എഞ്ചിൻ്റെ അഡ്വാൻറ്റേജ് അതാണ്. ഇറ്റ് മേക്സ് ഇനഫ് പവർ ആൻഡ് ഇറ്റ് ഓൺലി ബേൺസ് ജസ്റ്റ് ഇനഫ് ഫ്യൂൽ ടു കീപ്പ് ഇറ്റ് ഗോയിങ് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് A45 AMGയുടെ പ്രത്യേകതകൾ. ദിസ് ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് കാർസ് വി ഗോട്ട് ഇൻ ഇന്ത്യ ആൻഡ് certainly വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഹാച്ച് ബാക്സ് ഓഫ് അവർ ടൈം. നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഇറ്റ്സ് സംതിങ് എൽസ്. ആൻഡ് ഇഫ് യു ആർ ലക്കി ഇനഫ് ടു ഓൺ വൺ ഓഫ് ദീസ്, ദിസ് ഈസ് സംതിങ് യു വിൽ ചെറിഷ് ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. എന്തായാലും ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.